ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ഈ കർത്തൃദിവസത്തിലും നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കണം. കാരണം നമ്മുടെ മണവാളനായ യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം, ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. എന്നാൽ അതിലുപരി നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ മണവാളനായ യേശു കർത്താവിൻ്റെ വരവാണ്. നമ്മൾ എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ മണവാളനായ യേശു എത്രയും വേഗം വന്ന് നമ്മെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതെ, വരവിൻ്റെ പ്രത്യാശയോടെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം നമുക്ക് വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതേ 118-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. അതെ, ഈ കർത്തൃദിവസം ഒരു ഞായറാഴ്ച കൂടെ, ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവ് നമുക്ക് കാണുവാൻ ഭാഗ്യം നൽകി. ജീവനോടെ ദൈവം നമ്മെ കാത്തു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ നാം സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാരണം കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. എപ്പോഴെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. കോഴി കൂകുന്ന സമയത്തോ അർദ്ധരാത്രിയിലോ നട്ടുച്ചയ്ക്കോ എപ്പോഴാണ് കർത്താവിൻ്റെ വരവെന്ന് നമുക്കറിയില്ല. എന്നാൽ ഏത് സമയത്തായാലും വരവിൻ്റെ പ്രത്യാശയുള്ളവരായി അതെ നാം കാണപ്പെടുന്നുവെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കുവാനിടയായിത്തീരും. എന്നാൽ അവിടെ നാം വായിക്കുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഞങ്ങളുടെ വരവിനായി അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ. അതേ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കും, നമ്മെ പണിയും, നമ്മെ വഴി നടത്തും, ഒക്കെ ശരിയാണ്. എന്നാൽ യഥാർത്ഥമായ ഒരു ഒരുക്കമെന്ന് പറയുമ്പോൾ തന്നെത്താൻ നാം ഒരുക്കണം. ഹല്ലേലൂയ. മാനുഷികമായി നാം നോക്കുമ്പോൾ തന്നെ നമ്മുടെ വിവാഹങ്ങൾക്ക് മറ്റുള്ളവർ നമ്മെ ഒരുക്കുമ്പോൾ സ്തോത്രം, അതിലുമുപരി നാം തന്നെ നമുക്കൊരു തൃപ്തി വരുമ്പോഴാണ് സന്തോഷം. അങ്ങനെയാണെങ്കിൽ തന്നെത്താൻ ഒരുക്കുന്ന ഒരു അനുഭവം കുഞ്ഞാടിൻ്റെ കല്യാണത്തിനും നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമുക്ക് തന്നെത്താൻ ഒരുക്കുവാൻ കഴിയും? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26-27 വചനങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു, അവൻ അവളെ, അതായത് മണവാളനായ യേശു ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്നു എങ്കിൽ ആ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നാമും തന്നെ താൻ ഒരുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു. എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? ഒന്നാമത് വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കണം. അതെ, സ്തോത്രം, സ്നാനപ്പെടാത്ത, ജലസ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ വചനത്തോടു കൂടി ദൈവവചന പ്രകാരമുള്ള സ്നാനം നിശ്ചയമായി നാം ഏൽക്കണം. അല്ല എങ്കിൽ നമുക്ക് ആ ക്രിസ്തുവിനോടുകൂടെ യാതൊരു പങ്കുമില്ല. എരിയുന്ന തീച്ചോളയത്രേ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. അതിനാൽ ജലസ്നാനത്തിൽ നമ്മെ വെടിപ്പാക്കണം. സ്നാനപ്പെട്ട് കഴിഞ്ഞവർ സ്നാനപ്പെട്ടു എന്ന ആ ഒരു ചിന്തയോടുകൂടെ ജീവിക്കുവാനല്ല, നമ്മെ തന്നെ വെടിപ്പാക്കണം, വിശുദ്ധീകരിക്കണം. മാത്രമല്ല കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. കാരണം പാപം നിറഞ്ഞ
ദുഷ്ടലോകത്താണ് നാം ആയിരിക്കുന്നത്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നൊക്കെ നാം വായിക്കുന്നു. എന്നാൽ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്. ആമേൻ, സ്തോത്രം. അപ്പോൾ കറ, ചുളുക്കം, മാലിന്യങ്ങൾ ഒക്കെ വരുവാൻ ചാൻസ് ഉള്ള ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയായിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശു കർത്താവ് ശുദ്ധനാണ്. അങ്ങനെ ശുദ്ധിയും നിഷ്കളങ്കയുമായി, പുറമേ ഭക്തി, അകമേ ദൈവത്തെ വിട്ട് അകലുന്ന അനുഭവമല്ല. അധരം കൊണ്ട് ബഹുമാനിക്കുകയും ഹൃദയം ദൈവത്തിൽ നിന്ന് അഹന്നിരിക്കുന്ന അവസ്ഥയല്ല. എപ്പോഴും നിഷ്കളങ്കതയോടെ നാം പെരുമാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം തേജസ്സോടെ നമ്മുടെ മണവാളനായ യേശു കർത്താവിന് മുൻപിൽ നിൽക്കണം. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ നൽകിയത്. അങ്ങനെയാണെങ്കിൽ ജീവൻ നൽകി സ്നേഹിച്ച ആ അപ്പന് വേണ്ടി തന്നെ താൻ ഒരുക്കുവാൻ നമുക്കെന്ത് പ്രയാസം. ഹല്ലേലൂയ. ഈ നാളുകളിൽ സന്തോഷിക്കാം, ഉല്ലസിക്കാം, ആ കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ, വേദനകൾ, കണ്ണുനീർ, ഭാരങ്ങൾ ഒക്കെ മറന്ന്, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, ദുരിതമില്ലാത്ത, ആമേൻ, ഇരുട്ടില്ലാത്ത, ആമേൻ, ആ നിത്യഭവനത്തിലേക്ക്, ആ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രത്യാശയാൽ നമുക്ക് നിറയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. തന്നെ താൻ ഒരുക്കി വിശുദ്ധിയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. മഹാപരിശുദ്ധനും നിത്യനിത്യമാനുമായി നല്ല യേശുവ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, രക്ഷയുടെ സന്തോഷം അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ നാളിൽ ദൈവസ്ഥാനത്തിൽ സന്തോഷിക്കുവാൻ, ഉല്ലസിക്കുവാൻ, ആനന്ദിക്കുവാൻ, പുറപെറുക്കാൻ, അവിശ്വസിക്കാതെ, സംശയിക്കാതെ, ദൈവത്തെ വിട്ട് അകന്നു പോകാതെ, കർത്താവെ, സ്തോത്രം, സ്തോത്രം, അങ്ങേക്ക് മഹത്വം തരുന്നു. കർത്താവെ, സ്തോത്രം, സ്തോത്രം. അപ്പാ, കർത്താവെ, അങ്ങ് ഞങ്ങളെ വേളി കഴിക്കുന്ന ദിവസം ഏറ്റവും ആസന്നമായിരിക്കാൻ സ്തോത്രം. കാന്തയാകുന്ന, സഭയാകുന്ന, മണവാട്ടിയാകുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ നാളുകൾ തന്നെ താൻ ഒരുക്കി വീണ്ടും കർത്താവെ അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്നു. കർത്താവെ, അപ്പാ, സ്തോത്രം, കൃപ പകരണമേ, ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ, സ്തോത്രം, സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ ആർക്കും അങ്ങേ കാണുവാൻ കഴിയത്തില്ലല്ലോ. ദൈവകാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർത്തതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതേ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.